السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ആലിമ്യങ്ങളെ, അഹ്ലു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മഹത്തായ ഈ പരിപാടിയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടുത്ത സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരും. അരീക്കോട് നിന്ന് പ്രസംഗം കഴിഞ്ഞ് കീഴ്ശ്ശേരി വരെ പോയതാണ്. അവിടെ പരിപാടിയൊന്നുമില്ല. ഒരു വീട്ടിൽ കയറി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും. അതിൻ്റെ മുൻപ് ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രം നിർവഹിച്ച് വേറെയും 2 സ്ഥലങ്ങൾ പോകാനുണ്ട്. അവിടെ തന്നെയും അനുബന്ധമായി വേറെയും 2 പരിപാടിയുണ്ട്. അങ്ങനെ സമയം ദൈർഘിച്ചു പോയാൽ എല്ലാം ബുദ്ധിമുട്ടാണെന്ന് കരുതി 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ പ്രസംഗിക്കാൻ ഉസ്താദുമാർ ഉണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൽ ആക്കി തരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ ഒക്കെയും. ഈ മുഅ്മിനീങ്ങൾ അല്ലാത്തവരും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവരും സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠനം നടത്തിയ മറ്റ് മതത്തിന്റെ ആളുകൾ ഏതെല്ലാം വിധത്തിലുള്ള ദർശനങ്ങൾ അവർ നടത്തിയോ അതിലൊക്കെയും ആ മേഖലകളിലൊക്കെയും അത്രയും ചെന്നെത്തിയ മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്നിടത്താണ് എല്ലാ ചിന്തകന്മാരും എത്തിയിട്ടുള്ളത്. ആരെങ്കിലും വിമർശിക്കുന്നുവെങ്കിൽ അവർക്ക് ഒന്നും അറിയില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അത് അന്നാസു അഅദാഉ മാ ജഹിലു, മൊത്തം ജനങ്ങൾക്ക് അറിയാത്ത ഒന്നിന്റെ ശത്രുവാകുക എന്ന ഒരു പതിവ് ജനങ്ങളിൽ ഉള്ളതാണ്. അങ്ങനെയുള്ള ചിലരെ മാറ്റിവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തനം ചെയ്യാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമസ്ത കേരള സുന്നി സംഘത്തിന്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ ദാരിമിയാണ് ഇവിടെ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയാണ് നമ്മുടെ സ്റ്റേജിൽ വരുന്നത്. ഞാൻ പെട്ടെന്ന് സ്റ്റേജ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്
ഒന്നും അറിയാത്തവർ വിരലിൽ എണ്ണാവുന്ന ആളുകൾ നബിയെ കീർത്തിക്കുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുവെങ്കിൽ ലോക ജനത മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീർത്തിക്കുകയും നബിതങ്ങളുടെ ഈ ജന്മ മാസത്തെയും ദിവസത്തെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആയ റബീഉൽ അവ്വൽ 12 ആ ദിവസത്തിന്റെ ബഹുമതി വെച്ച് ആ ദിവസം ഒരു പ്രാധാന്യമുള്ള ദിവസമാണെന്ന് കണക്കിലെടുത്ത് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഒരു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. ഇങ്ങനെ ലോക രാഷ്ട്രങ്ങളിലൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ആ കീർത്തനങ്ങളും ബഹുമാനങ്ങളും നിലനിർത്തിപ്പോരുന്നു. അതിനിടയിൽ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്നവരിൽ ചിലർ മാത്രമാണ് അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രത്യേകതയും കാണുന്നില്ല. കേവലം ഒരു മുഹമ്മദ് സാധാരണ ജനങ്ങൾ ജനിക്കുമ്പോൾ ജനിച്ചു, അതേപോലെ ജനിച്ചു, 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഒരു നുബുവ്വത്ത് പട്ടം കിട്ടി. എന്താണ് അതിനുള്ളത്? അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ്. ഇത് 23 വർഷക്കാലം അങ്ങനെ 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി. 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. 23 വർഷ കാലയളവിലാണ് റസൂലുള്ളാഹി എന്ന ഒരു പേരും അല്ലെങ്കിൽ ഒരു അധികാരവും കിട്ടിയത്. 63-ാം വയസ്സിൽ വഫാത്തായതോടെ പഴയ ഒരു സാധാരണ മുഹമ്മദ് തന്നെ, അതിനപ്പുറം വേറൊന്നുമില്ല. ഈ ഒരു ദർശനം ഇവിടുത്തെ പുത്തനാശയക്കാർ വെച്ചു പുലർത്തുന്നെങ്കിൽ അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ച വേറൊരു ടീമുണ്ട്. അതിന്റെ ബഖിയ്യത്താണ്, അതിന്റെ അവശിഷ്ടമാണ്. അവരാരായിരുന്നു? ആ കാലഘട്ടത്തിലെ കപടന്മാർ, മുനാഫിഖീങ്ങൾ. എന്തായിരുന്നു അവരുടെ സ്വഭാവം? അവരെ ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. പക്ഷേ അല്ലാഹു പറയുന്നു വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെ അല്ല. ഈമാനിൽ നിന്നുള്ളൊരു കണിക പോലും അവരുടെ കയ്യിലില്ല. അതെന്താ കാരണം? അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടും ഒക്കെയുള്ള വിശ്വാസമുണ്ട് എന്ന പറയൽ അല്ലാതെ വിശ്വാസം അവർക്കില്ല. ഒന്നാമത് കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വ്യക്തിത്വമോ അവിടുത്തെ പ്രത്യേകതയോ അവർ അംഗീകരിക്കുന്നില്ല. അത് മൊത്തം കാലത്തും അമ്പിയാക്കന്മാരോട് പുറംതിരിഞ്ഞു നിന്നവരുടെ ഒക്കെ നയം അതായിരുന്നു. നബിത്തങ്ങളോട് മാത്രമല്ല, ഒമാ അന്തും ഇല്ലാ ബശറും മിസ്ലുന, സർവ്വ അമ്പിയാക്കന്മാരോടും അവരെ പുറംതിരിഞ്ഞു നിന്നവർ, അവരിൽ വിശ്വാസമർപ്പിക്കാത്തവർ പറഞ്ഞതാണത്. എന്താ അവർ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. ഞങ്ങൾ മനുഷ്യർ, നിങ്ങളും മനുഷ്യർ. ഞങ്ങളെക്കാൾ എന്താ നിങ്ങൾക്കൊരു പ്രത്യേകതയും ഇല്ല. ഇതായിരുന്നു പ്രവാചകന്മാരുടെ ശത്രുക്കൾ അതത് കാലങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അവിടുത്തെ നുബുവ്വത്ത് അംഗീകരിക്കാത്തവർ പറഞ്ഞത് നീ ഞങ്ങളെപ്പോലത്തൊരു മനുഷ്യനാണ്. അത് ഏറ്റുപറയുന്നവരാണ്. അതിന്റെ തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം മനുഷ്യനല്ല എന്ന് ബോധ്യപ്പെടും. ഒരു കേവലം മനുഷ്യനല്ല എന്ന് ബോധ്യപ്പെടും. മനുഷ്യൻ തന്നെയാണ്. അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഈ കക്ഷികൾ തെളിവാക്കുന്നു. എന്താ ഖുർആനിൽ പറഞ്ഞ്? ഖുൽ, ഓ നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. അവർ വെക്കുന്ന അർത്ഥമാണ്. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. അപ്പൊ ഇത് തന്നെയായി മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ എന്ന് ശത്രുക്കൾ പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കലായി. ഈ അർത്ഥപ്രകാരം ശത്രുക്കൾ പറഞ്ഞ് മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ. സത്യവിശ്വാസികളെ പുറന്തിരിഞ്ഞു നിൽക്കുന്ന അവിശ്വാസികൾ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, ഒരു സവിശേഷതയും പ്രത്യേകതയും നിങ്ങൾക്കില്ല എന്ന് അവര് പറഞ്ഞത് നബി തങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഈ അർത്ഥപ്രകാരം കുൽ, നബിയെ തങ്ങൾ പറയണം, ഇന്നമാന ബശറും മിസ്ലുക്കും, നിങ്ങളാ പറഞ്ഞത് തന്നെ ശരി, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാ, ഒരു പ്രത്യേകതയില്ല. ഇത് ശത്രുക്കൾ പറഞ്ഞ് ഏറ്റുപറയാൻ വേണ്ടി, സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു എന്നല്ലേ ഇതിനർത്ഥം? അതുകൊണ്ടാണ് മുഫസ്സിറുകൾ വെച്ച അർത്ഥമോ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചു പോന്നവർ പഠിച്ച അർത്ഥമോ അതല്ല. പിന്നെയോ ഇന്നമാ അന ബശറുൻ, ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ മലക്കല്ല, ഞാൻ മറ്റെന്തെങ്കിലുമല്ല, മനുഷ്യൻ തന്നെയാണ്. മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യരില്ലേ, അതേപോലെ നിങ്ങളെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്തിനാ ഇത് പറയാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞത്? നമ്മളോടല്ല പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളെല്ലാവരും പറയണം ഞങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാകുന്നു. ഇത് പറയേണ്ടി വന്നത് തന്നെ അമാനുഷികമായ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് കാണാൻ തുടങ്ങിയപ്പോൾ, നുബുവത്തിന് മുമ്പ് തന്നെയും നുബുവത്ത് കിട്ടിയതിന് ശേഷവും ഇതിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോ, പണ്ടുകാലത്ത് അതിന്റെ മുമ്പ് ജീവിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് മുഅ്ജിസാത്തുകളൊക്കെ കണ്ടപ്പോ അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഈസ എന്ന് പറയുന്നത് കേവലം മനുഷ്യനല്ല, പിന്നെയോ ദൈവത്തിന്റെ പുത്രനാണ് എന്നവർ പറഞ്ഞു. അല്ലെങ്കിൽ ദൈവം തന്നെയാണ് എന്നിടത്തവർ എത്തി. അതിന്റെയും മുമ്പ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ജൂതന്മാർ, അവരിൽ ഉണ്ടായിരുന്ന ഉസൈർ, ആ ഉസൈറിൽ നിന്ന് അമാനുഷികമായ പല കാര്യങ്ങളും കണ്ടു. അപ്പൊ അവരും ഉലൂഹിയ്യത്ത് വരെ വാദിച്ചു. ഇബാദത്ത് ചെയ്യപ്പെടേണ്ടുന്ന ഇലാഹാണ് എന്ന് അവലംബിച്ചു കൊടുത്തു. അപ്പൊ അസാധാരണത്വം ഒരാളെന്ന് കാണുമ്പോഴേക്ക് അയാൾക്ക് ഉലൂഹിയ്യത്ത് വെച്ചു കൊടുക്കുന്ന അവസ്ഥയായിരുന്നു മുൻകാലത്തെ ഉമ്മത്തിന്റെ സ്ഥിതിയെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്ന് നിങ്ങളാ കണ്ടതിനേക്കാൾ വലുത് നിങ്ങൾ കാണും. അംബിത്തങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഏതെല്ലാം വ്യാഖ്യാനുണ്ട് അവർക്കൊക്കെ കൊടുത്ത മുഅ്ജിസത്തിന്റെ ആ മേലെയുള്ള മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കാരണം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദീനാണ് റസൂലുള്ളാഹിയിലൂടെ അല്ലാഹു അവതരിപ്പിച്ച ദീൻ. മറ്റുള്ള കാലങ്ങളിൽ ഒക്കെ ഇസ്ലാം ദീൻ തന്നെയാണെങ്കിലും അതിന്റെ ശാഖാപരമായ നിയമങ്ങൾ അതത് കാലങ്ങളിലേക്ക് മാത്രമായിരുന്നു. ആ കാലം കഴിയുമ്പോൾ അതിന്റെ പ്രാബല്യം പോയി. ഖിയാമത്ത് നാൾ വരെ യാതൊരു വ്യത്യാസവും കൂടാതെ നിലനിൽക്കേണ്ടുന്ന നിയമസംഹിതയാണ് ഇപ്പൊ ഇസ്ലാമിനുള്ളത്. ഹബീബായ നബി തങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ ഇങ്ങനെ മാറി മാറി വന്നാലും, യുഗങ്ങൾ കാലഘട്ടങ്ങൾ മാറി മാറി വന്നാലും, ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ കാലത്തോടും പൂർണ്ണമായും യോജിക്കുന്ന നിയമങ്ങളാണ്. ഇന്നേ വരെ എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ പരാമർശിക്കാൻ ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. പറയേണ്ടി വന്നിട്ടില്ല വരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 1-2 രാഷ്ട്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും വന്നു. നാട്ടുകാർക്ക് ആർക്കും ഒഴിവില്ല, പള്ളിക്കലെ മോചേരും കുട്ടികളുണ്ടെങ്കിൽ പോലും മാത്രം. അതല്ല, പിന്നെയോ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയ വലിയ സദസ്സ്. ആ കെട്ടിടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കൂടുന്നത്. എല്ലാ വർഷവും കൂടാറുണ്ട്. ആരൊക്കെ ഉണ്ടവിടെ? അവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ദല്ല കമ്പനി നടത്തുന്ന വലിയ മുതലാളി. അയാൾ തന്നെ നേരെ അവിടെ വന്നിരിക്കുന്നു. അയാൾ അവിടെ വന്നാൽ പിന്നെ പോലീസുകാരൊന്നും ആ വഴിക്ക് വരില്ല. അപ്പൊ ഒരു പോലീസും പട്ടാളും പ്രശ്നമൊന്നുമില്ല. സുന്ദരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ മൗലിദ് പാരായണം അതിവിപുലമായ തോതിൽ മദീന മുനവ്വറയിൽ. ഇനി അങ്ങോട്ട് പോയാൽ റിയാദിലുണ്ട്, ദമാമിലുണ്ട്. എവിടെയില്ലാത്തത്? അല്ലസയിൽ വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ പറയുന്ന ആ രാജ്യങ്ങളിലൊക്കെയും മൗലിദുണ്ട്. ഇനി അവിടുത്തെ ഭരണകൂടം അംഗീകരിച്ച മൗലിദുണ്ട്. അതും അതിനൊരു പ്രശ്നമൊന്നുമില്ല. അതിൽ ശിർക്കിന്റെ ഒന്നുമില്ല എന്നാ പറയുന്നത്. ഒരു 100-300ഓളം പേജ് വരുന്ന ഒരു മൗലിദ് ഞാനും വാങ്ങിയിട്ടുണ്ടത്. അതവിടെ എല്ലാ കടകളെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ പറ്റും, അത് ഓതാനും പറ്റും. എന്നല്ല ബഹുമാനപ്പെട്ട അബ്ദുള്ള രാജാവ് വന്നപ്പോ നേരത്തുള്ള നിയമങ്ങളിൽ കുറെ ഖിഫത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ റൗളയിൽ ഭരണമേറ്റെടുത്ത ഉടനെ വന്ന് നടത്തിയ ദുആ, റൗളയിലേക്ക് ഖിബിലയിലേക്ക് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, ഖിബിലയിലേക്ക് തിരിഞ്ഞല്ല, നബി തങ്ങളെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്യണ ഫോട്ടോ സഹിതം എല്ലാവരും കണ്ടതില്ലേ? ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയുന്നു. രാജാവ് എന്നാ പിന്നെ ബാക്കിയുള്ളവർക്ക് ആമീൻ പറയുന്നതോ? അപ്പൊ ഞാൻ പറയുന്നത്, അതിനൊന്നും അവിടെ തർക്കമില്ല. ഇതെല്ലാം വലിയ സങ്കീർണ വിഷയങ്ങളാക്കി ഇതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കും. ഇപ്പൊ ഞാൻ പോരുമ്പോൾ അവിടെയുണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞു, ജനങ്ങളൊട്ടാകെ പയച്ചു ആകെ ശിർക്കൊണ്ടാണ്. ശിർക്ക്. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഇതെല്ലാം ഇവിടെ കേരളത്തിൽ നടന്നു പോകുന്ന സംഗതികളാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇന്നലോ ഒന്നോ വന്നതല്ല. ഹബീബായ നബി തങ്ങളെ കാലം മുതൽക്ക് തന്നെ ഇസ്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയും പാരമ്പര്യവും പഴക്കമുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഈ വിവാദങ്ങളൊക്കെ തുടങ്ങിയത് 1300 വർഷം കഴിഞ്ഞതിന് ശേഷം. 100 കൊല്ലത്തിന്റെ ഇപ്പുറമാണ് വിവാദങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായത്. അതിന് മുമ്പ് തർക്കമില്ല. ഇവിടെ ഒരു തർക്കമില്ല. മൗലിദും റാത്തീബും ഹദ്ദാദും എല്ലാ സംഗതി ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ തർക്കമുണ്ടാക്കി, മുസ്ലിങ്ങളുടെ ഇടയിൽ ശിഥിലീകരണമുണ്ടാക്കി, ഛിന്ന ഭിന്നമാക്കി. ഇതൊക്കെ ആരാണ് ചെയ്തതെങ്കിൽ ഈ പുത്തൻ ആശയക്കാരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹക്ക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനാണ്. അത് നബി തങ്ങൾ സത്യസന്ധരായ സ്വഹാബത്തിന് കൈമാറിയെങ്കിൽ ആ സ്വഹാബ അതുപോലെ വിശ്വസ്തരായ താബീങ്ങൾക്കും അങ്ങനെ വിശ്വസ്തരിൽ നിന്ന് വിശ്വസ്തരിലേക്ക് കൈമാറി 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 പോന്ന ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിൽ കൂട്ടലും ചുരുക്കലും വരുത്തിയവരാണ് പുത്തൻ ആശയക്കാർ, ബിദ്അത്തിന്റെ ആളുകൾ. കൂട്ടലോ ചുരുക്കലോ രണ്ടും ബിദ്അത്താണ്. നബി തങ്ങൾ കൊണ്ടുവന്ന ആ ദീൻ ഹക്കായ ദീൻ, ആ ദീനാണ് സുന്നത്ത് ജമാഅത്തെന്നും അതിൽ നാം ഒക്കെ അടിയറച്ച് നിൽക്കണമെന്നും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളും അതിന്റെ സ്വഭാവങ്ങളും ഒക്കെ നാം ഉൾക്കൊള്ളണമെന്നും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം വരുന്ന ഫെബ്രുവരി 1-ാം തീയതി ജാമിയ ഇക്കമിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. 5 മണിക്ക് തന്നെ അത് തുടക്കം കുറിക്കും. എല്ലാവരും അവിടെ എത്തുകയും
കഴിയുന്നവരൊക്കെ നാം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നു കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പൊരുത്തത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.